വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിത്യ ഡയറീസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഓണത്തിന് ആശംസകൾ നേരുന്നു. ഒപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഓണത്തിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ്. ചെറുതല്ല, കുറച്ച് വലുതാണ്. ആ ഒരു വ്ളോഗായിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇനി നമുക്ക് അമ്പലത്തിൽ പോകാനുണ്ട്, പിന്നെ പൂക്കളിടാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൂക്കളിട്ടിട്ട് അമ്പലത്തിലേക്ക് പോവാം. കാരണം അമ്പലത്തിൽ നിന്ന് വരാൻ കുറച്ച് ലേറ്റ് ആവും. അതുകൊണ്ട് നമുക്ക് പൂക്കളിടാം. അതിന് വേണ്ടി കുറച്ച് പൂവൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൂക്കൾ ഒന്ന് റെഡി ആക്കണം. അപ്പോൾ അതിനുവേണ്ടി പോവാം നമുക്ക്. അപ്പോൾ എന്തായാലും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഒപ്പം നമ്മുടെ സബ്സ്ക്രൈബർ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും. അപ്പോൾ അധികമൊന്നുമില്ല, കുറച്ച് പൂവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റെഡി ആക്കിയിട്ട് വേണം പൂക്കളിടണമെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് പൂക്കളിടാം. വായോ, വാ. അത് കട്ട് ചെയ്യാട്ടാ. കുറച്ച് പൂക്കൾ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ആകെ കുറച്ച് പൂവേ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതൊക്കെ മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് വേറെ എക്സ്ട്രാ ഞാൻ നാട്ടിൽ നിന്ന് പൊട്ടിക്കാനെന്നുള്ള സമയം സാവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ചുമ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സൗണ്ടൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് വോയിസ് ഓവർ ചെയ്യുന്നത് നമ്മൾ ഓണം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമ്മളിത് പൂക്കളെ കട്ട് ചെയ്യാനും പൂവിടാനും വേറെ ആരുമില്ല. അനിയത്തി എൻ്റെ ഉണ്ണീനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പൂക്കളെ ഇടുന്നത് കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, ഞാൻ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ നമുക്ക് ഇന്നൊരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ പോയി വന്ന കാരണം പിന്നെ ഞാൻ അമ്പലത്തിൽ പോകണില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ അമ്പലത്തിൽ പോയില്ല. പൂക്കൾ റെഡിയാക്കി പൂക്കളിടാണ്. മഞ്ഞയും അതുപോലെ ഓറഞ്ചും കളറ് ചെണ്ടുമല്ലീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പൂക്കളും കൂടുതൽ പൂക്കളിൽ അതാണ്. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇന്നലെ തലേ ദിവസം അമ്മ ഇട്ട പൂക്കളാട്ടത്, അത് നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് വേണം നമുക്ക് ചാണകം മെഴുകിയിട്ട് വേണം പുതിയ പൂക്കളിടണമെങ്കിൽ. ഈ പൂക്കളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയാൽ കിട്ടാൻ പണിയാണ്. പിന്നെ നമ്മൾ ചാണകം എടുത്താൽ ചാണകം മെഴുകാണ്. അമ്മ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അമ്മയാണ് സാധാരണ ചെയ്യാറ്. ഞാനും ചെയ്യായിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ മെഴുകാമെന്ന് വിചാരിച്ച് ഞാനാണ് ചാണകം തേച്ചത്. അതിനുശേഷം ഇനി നമുക്ക് സെറ്റാക്കാമെന്ന്, നല്ല വൃത്തിക്കൊക്കെ ആക്കണമെന്ന്, ഇന്ന് കുറച്ച് വലുതാക്കി ഇടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുക്കുറ്റി അതുപോലെ തുളസി പറിക്കണം. പിന്നെ ദൈവത്തിനൊക്കെ വാമനനൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം തുളസി വെച്ചു, പിന്നെ നമ്മുടെ മുക്കുറ്റി വെച്ചു. അതൊന്ന് നന്നായിട്ട് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് പൂവിടാൻ പോവാണ്. അപ്പോഴാണ് നമുക്കിതാ ഒരു തുമ്പി വന്നിരിക്കുന്ന നോക്കി. തുമ്പി പെണ്ണിനെ കിട്ടി. അത് ഒതുങ്ങിയിരിക്കണോക്ക്. പൂവിലിരുത്തി വെക്കാം. മറ്റേ രീതിക്കോ ആ ഓറഞ്ച് ഇവിടെ എന്നിട്ടാ പൂമരിക്കോ പാറൂട്ടാ. കണ്ടോട്ടാ, പൂ പിടിച്ചോ. പൊക്ക്. പണ്ട് തുമ്പീനെ പിടിച്ച് കല്ലെടുപ്പിക്കണ പോലെ പൂവ് ഇതാക്കിയ. ഐ നില, അങ്ങോട്ട് നോക്കിയടാ നില. ആഹാ, ഒരു പൂവും കൂടെ എടുത്തോ. അതിന് ശേഷം ഞാൻ വിടും. യെസ്, പൂമ്പ പാറ്. അങ്ങനെ വന്നിരുന്ന തുമ്പി നമ്മുടെ പൂവ് നുറുക്കി വെച്ച പൂവെന്ന് പോകുന്നേ ഇല്ല. അപ്പോൾ പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്തായാലും പൂക്കോട്ട എടുത്തിട്ട് നമ്മൾ പൂക്കളിടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. തുമ്പ കിട്ടിയില്ല കേട്ടോ. തുമ്പ പറിക്കാൻ പോകാനൊരു സമയം കിട്ടിയില്ല നമുക്ക്. നമ്മുടെ മരണം ഉണ്ടായ കാരണം ഞാൻ ഓൾറെഡി പോയി കണ്ടു വന്നതിന് ശേഷം അമ്മ അവിടേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ വേറെ ആരും ഇല്ല, പണികളൊന്നും കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ എന്തോ ഇത് കാരണം പിന്നെ ഒരു ഉഷാറും ഇല്ല മരണം ഉണ്ടായത് കാരണം. പിന്നെ അപ്പോൾ പൂക്കളിടാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഒരു ദിവസം ഇട്ടാണ് 10-ാം ദിവസം തിരുവോണത്തിൻ്റെ അന്ന് ഇടണമല്ലോ. അപ്പോൾ നമ്മൾ പൂക്കളിടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നീലാനിമോളെ കുളി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നീലാനിമോളെ അവിടെ പിടിക്കണം. അവളെ ശരിയാക്കണമെങ്കിൽ പൂക്കളം നേരത്തെ ഇടണ്ടേ. അപ്പോൾ നമ്മൾ പൂക്കളം ആദ്യം ഇടാൻ പോവാണ്. അപ്പോൾ ആകെ 2 കളറേ പൂവ് ഉണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല രസത്തിൽ ഇടണം എന്നൊക്കെ വിചാരിച്ചെങ്കിൽ പോലും അവസാനം എന്തോ ഒരു രൂപമായിട്ടുണ്ട്. അപ്പോൾ പൂക്കളെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പ്രത്യേകം ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ എനിക്ക് പൂക്കളം ഇടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് എന്താണ് അതിട്ട് ഞാനൊരു പ്രത്യേക ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടൊന്നുമല്ല. ഒരു ഉള്ള പൂവ് വെച്ചിട്ട് ഉള്ള രീതിയിൽ ഇട്ടുക, അത്രേ ഉള്ളൂ. അവസാന ലുക്ക് വന്നിരിക്കുന്നത് ഭംഗിയില്ലേ കാണാൻ. എനിക്കിഷ്ടമായി, പേഴ്സണലി എനിക്കിഷ്ടമായി കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളിതാ പൂക്കളം ഉണ്ടാക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് അതിന് സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കൽ. കാരണം എന്താ വെച്ചാൽ ചരലായ കാരണേ അതൊന്ന് പൂവ് വീണത് എടുത്തെടുക്കാനും ബുദ്ധിമുട്ടാണ്.
ചരലിൻ്റെ ഇടയിൽ നിന്ന് പൂവ് എടുക്കാൻ. ഇനിയിപ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ പൂക്കളത്തിൻ്റെ ഭംഗിയും പോകും. അത് ആ പൂക്കളത്തിൻ്റെ ആ ഭാഗം വൃത്തിയായിട്ടിരുന്നാൽ അതിൻ്റെ ആ രസം കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കോർണറൊക്കെ ശരിയാക്കാൻ വേണ്ടി ഞാൻ കൈയൊക്കെ വെച്ചിട്ട് ചെയ്തു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ സൈഡൊക്കെ വൃത്തിയാക്കി. ഇനി നമുക്ക് പണികൾ കിടക്കുന്നുണ്ട്. കിച്ചണിൽ പണിയുണ്ട്. പിന്നെ നിലാനിമോളുടെ പണി ഇതൊന്നും കഴിഞ്ഞില്ല, കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവൾക്ക് കുളിക്കണം, അവൾക്ക് ഇങ്ക് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ചായ കുടിക്കണം. പുട്ടും നമ്മുടെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ, കടലക്കറിയും പഴമാണ് നമുക്ക് ചായക്കുന്നുണ്ടായിരുന്നത്. ചായ കുടിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് ഞാൻ അവിടെ കളയൊക്കെ ചെയ്തു. എന്നിട്ടൊക്കെ തുടച്ച് പിന്നെ ചായ കുടിച്ചത്. പിന്നെ നമ്മുടെ അമ്മ ലഡു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലഡു ഞാൻ പകുതി മുക്കാലും തിന്ന് തീർത്തിരിക്കുന്നു. രാവിലെ നീറ്റ പാടന്നെ ഒരു ലഡു കഴിക്കുകയും ചെയ്തു കേട്ടോ. ചായ കുടിക്കാൻ തന്നെ അത്യാവശ്യം നേരം അയക്കണം. പിന്നെ നല്ല വിശപ്പുണ്ട്. പിന്നെ നിലാനിമോളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ എല്ലാം നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഇനി നമ്മളുടെ ഫോട്ടോസ് എടുക്കണമല്ലേ, കോസ്റ്റ്യൂമൊക്കെ ഇട്ട് സെറ്റാക്കി നിലാനിമോളെ ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി വന്ന് നോക്കുമ്പോഴത്തേനും ഒരു വിധം ടൈമായി 1 മണിയൊക്കെ ആയിരിക്കും കേട്ടോ. ആ സമയത്താണ് നമ്മൾ ഫോട്ടോസ് എടുക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ പട്ടുവാഴ ഇടണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ ടോപ്പ് എനിക്ക് കിട്ടിയില്ല, അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയില്ല. അതുകൊണ്ടാണ് പിന്നെ സെറ്റ് മുണ്ടാക്കിയത്. സാരമില്ല, ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഇത് സാരി എൻ്റെ അങ്ങനെ ഞങ്ങൾ സെറ്റ് മുണ്ട് എടുത്തതാണ്. നിലാനിമോളെ ഉടുപ്പ് അവളുടെ അനിയൻ എടുത്തു തന്നാട്ടോ. അനിയനല്ല, പാപ്പൻ, അതായത് ഹസ്ബൻഡിൻ്റെ അനിയൻ അവളെ പാപ്പ എടുത്തു കൊടുത്തതാണ്. അപ്പോൾ ഭംഗിയില്ലേ കാണാൻ. പിന്നെ പൂവൊക്കെ വെച്ച് സുന്ദരി കുട്ടിയായി. ഇത് നമ്മുടെ വീടല്ല കേട്ടോ, അത് നമ്മുടെ തൊട്ടടുത്തുള്ള കൊല്ലത്ത് ക്രിസ്ത്യൻസിൻ്റെ വീടാണ്. ആ വീട്ടിൽ പോയിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് ആണ്. അവിടെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഏറെയും ഫോട്ടോ എടുക്കാനൊക്കെ അങ്ങോട്ടാ ചെല്ലുക. നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടണമെങ്കിൽ ഞാനെപ്പോഴും എൻ്റെ വീഡിയോസ് കണ്ടിട്ട്, അതായത് ഷോർട്സ് കേട്ടോ, ഒരുപാട് പേര് ചോദിക്കുക ബാക്ക്ഗ്രൗണ്ട് ഒന്നും മാറ്റി പിടിച്ചുകൂടെ, എന്ത് ചെയ്യാൻ അകത്ത് വെച്ച് ചെയ്യാൻ വയ്ക്കുമ്പോൾ ലൈറ്റ് ഉണ്ടാവില്ല. പുറത്താവുമ്പോൾ പിന്നെ ഒരേ മരങ്ങളും ഒരേ ചെടികളും അതിൽ മാറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇനി പുറത്തൊക്കെ ചെയ്ത് വെച്ച് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ നിലാനിമോളുള്ള കാരണം അവളെ നോക്കാൻ ഒരാൾ വേണം, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. പിന്നെ നമ്മളിത് അതിൻ്റെ മുകളിൽ നിന്ന് അവിടെ ഒരുപാട് ലൊക്കേഷൻ ഉണ്ട് കേട്ടോ, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി നല്ല ഭംഗിയില്ല. എൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ ഇവിടെ നിന്നാണ് ഫോട്ടോസ് എടുത്തത്. പിന്നെ മോളെ വെച്ച് ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ ഇവിടെ കുഞ്ഞുകുട്ടികൾ രണ്ടുപേരുണ്ടായിട്ടുണ്ട്. ആളെ കൊടുത്തിട്ടില്ല, അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവരും കൂടെ കാണണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയത്. പക്ഷെ അവർ വരാത്ത കാരണം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല. അപ്പോൾ പുറത്ത് നിന്നിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുത്തു കേട്ടോ. അപ്പോൾ ആൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. നിലാനിമോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, കാരണം നല്ല വെയിലും ഉണ്ടായിരുന്നു. പിന്നെ ആ തലയെ വെച്ച പൂവ് വല്ലാണ്ട് ആൾക്ക് ഇഷ്ടമായിട്ടില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല, പക്ഷെ കുറച്ച് വലുപ്പം കൂടിയോ എന്ന് എനിക്ക് തോന്നി. പിന്നെ അത് സൈഡാക്കി വെക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. വീഡിയോ ഒക്കെ എടുത്താൽ നട്ട വെയിലത്ത് വീഡിയോ നോക്കാൻ നിന്നില്ല. എടുക്കാനുള്ള വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരിക ചെയ്തത്. കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ 2:30-2:45 ആയിരിക്കുന്നത്. ഇനി ഫുഡ് കഴിക്കാൻ തന്നെ 3 മണിയാകും. പിന്നെ മോൾക്ക് നേരത്തിന് ഫുഡ് കൊടുത്ത കാരണം കുഴപ്പമില്ല. നമുക്ക് പിന്നെ ഞാൻ ഓൾറെഡി നേരം വൈകിട്ടാണല്ലോ ചായ കുടിച്ചത്, അതുകൊണ്ട് വലിയ വിശപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടാ. അപ്പോൾ ഏകദേശം സമയം 3 മണിയായിരിക്കുന്നിട്ട്. അപ്പോൾ തിരുവോണ സദ്യ കഴിക്കുന്നത് 3 മണിക്ക് ശേഷമാണ്. അപ്പം അമ്മ ഫോണ് വിളിക്കൽ തുടങ്ങിയിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, അധികം ദൂരമൊന്നുമില്ല. ഇതേ സ്റ്റെപ്പ് കയറിയാൽ ഞാൻ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കാറുണ്ടല്ലോ പടിപ്പുരയുടെ, അവിടെ അടുത്ത് തന്നെയാണ് വീട്. ആ വീട് പടിപ്പുര കയറി ചെല്ലുന്നത് ഈ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് വന്ന് നോക്കുമ്പോൾ പിന്നെ നമ്മുടെ പൂക്കളത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തില്ലല്ലോ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. നിലാനിമോൾക്കാണെന്നുണ്ടെങ്കിൽ അത് വാരായിട്ട്, അപ്പോൾ ഞാനതാണ് ചെടുത്ത് കൊടുക്കുന്നുമില്ല കേട്ടോ. അതിന് ശേഷം നമ്മളിതാ ഫുഡ് വിളമ്പാൻ വേണ്ടിയിട്ട് അമ്മ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അമ്മ എന്നെ വെയിറ്റ് ചെയ്യായിരുന്നു, അതിന് വേണ്ടി വിളമ്പാണ്. അമ്മ നമ്മുടെ മറ്റേ വീട്ടിൽ പോയിട്ട് വന്ന കാരണം തന്നെ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയാണ് ഈ വിഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പപ്പടം, അതുപോലെ അവിയൽ, എലിശ്ശേരി, ഉപ്പേരി, കാളൻ, പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അധികം ഓവറായിട്ട് നമ്മുടെ വീട്ടിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്ര അധികം വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം അധികം ആരും കഴിക്കില്ല, ഇങ്ങനത്തെ ഐറ്റംസുകളോടൊന്നും താല്പര്യമില്ല എന്നല്ല, അധികം കഴിക്കാത്തവരാണ്. അപ്പോൾ വെറുതെ ഉണ്ടാക്കി എല്ലാ കൊല്ലവും ഇങ്ങനെ കളയും. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം വിഭവങ്ങളൊന്നും വേണ്ട, ഒന്നാമത്തെ കാര്യം സമയമില്ല, അപ്പോൾ അങ്ങനെ മതിയെന്ന്. പിന്നെ നമ്മുടെ നിലാനിമോൾ ഇതാ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് അവളെ സദ്യ കഴിക്കാനിരിക്കണമല്ലോ. ആദ്യം തന്നെ വരുന്ന ഇടത് കൈയോണ്ടാണ് ഇട്ട ചോറ് വരുന്നത്. പിന്നെ ആളുടെ വിചാരം അത് കഴിക്കാനത് കാണുന്നില്ലല്ലോ, നമ്മൾ കാണിച്ചു കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അത് കളിക്കാനുള്ള എന്തോ ഒരു സംഭവമാണ്. ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ എടുത്ത് കയറുക, അതാണ് പരിപാടി. അപ്പോൾ അതിനുള്ള എന്തോ ഒരു ഐറ്റാണെന്ന് വിചാരിച്ചിട്ടാണ് മൂപ്പരാൾ ഭയങ്കര ത്രില്ലോട് കൂടി അവിടെ ഇരിക്കുന്നത് കേട്ടോ. പക്ഷെ വായിലേക്കൊന്നും കൊണ്ടുപോകണില്ല കേട്ടോ ഫുഡൊന്നും. അങ്ങനെ രണ്ടും പിടിച്ചിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ടാണ്, ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പക്ഷേ ആൾ നൈസായിട്ട് ചോറിലേക്ക് കാലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവളുടെ അടുത്ത് മാറ്റി നമ്മൾ ഇത്തിരി വെച്ച് കൊടുത്തല്ലാത്തൊന്നും തൊട്ട്
ഇട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ഇതാ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നേ, അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് മാറിയില്ല. പിന്നെ നല്ല വിശപ്പ് 3 മണിയാകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് മാറാതെ തന്നെ ഞാനിത് കഴിക്കാനിരുന്നു. പക്ഷേ പകുതി കഴിച്ചപ്പോഴാണ് എനിക്ക് ആ ഫ്രീ ആയിട്ടുള്ള കഴിക്കാൻ, അതായത് ഓണസദ്യ എന്ന് പറയുമ്പോൾ അങ്ങനെ കഴിക്കുന്നതാണല്ലോ, ആ ഒരു ഫീലിലേക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഈ ഡ്രസ്സിൻ്റെ ഡിസ്റ്റർബൻസ് കാരണം. എല്ലാവരും ചാടി കളിക്കേണ്ടതാണ്, ശ്രദ്ധിക്കുക, ചാടി കളിക്കുക, ശ്രദ്ധിക്കണം എല്ലാവരും. പിന്നെ ഞാൻ പാക്കറ്റ് മത്സരത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഔട്ടായി, അതുകൊണ്ട് പിന്നെ ആ പരിപാടിക്ക് നീന്തയില്ല. പിന്നെ ഇതാ നമ്മുടെ അപ്പങ്കടി നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാവരും ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞാൽ ഒരു പരിപാടിക്ക് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ പോകാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലേ, അതായത് നമുക്കൊക്കെ പോകാനൊക്കെ ഒരു മടിയാണ്. നമ്മളൊരു ബാക്ക് വരിവായിട്ട് നിൽക്കും. നമ്മുടെ പേരൊക്കെ ഏട്ടന്മാർ കൊടുക്കുമ്പോൾ വലിച്ചു കൊണ്ടുപോയി ചെയ്യും. ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റാണ്. ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഉണ്ടാവും, അത് പെൺകുട്ടികൾ ആദ്യം ഉണ്ടാവും. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മുടെ നാട്ടിൻ്റെ അതുപോലെ ജനറേഷൻ്റെ ഒക്കെ ഒരു മാറ്റം. കാരണം എല്ലാത്തിനും നമ്മുടെ പെൺകുട്ടികളെ ഫ്രണ്ടിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല എല്ലാവരും. കാരണം ഒരു ബാക്ക്വേർഡായിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരുന്നു, ഇൻട്രോവേർട്ട് ആയിരുന്നു ഒട്ടുമിക്ക പെൺകുട്ടികളും. ഇവൻ നമ്മുടെ ആ ഒരു സമയത്തിലുള്ള പെൺകുട്ടികളുടെ കാര്യമായിട്ടാണ് പറയുന്നത്. ഞാനും ഒരു വിധത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ നമ്മളെ ജനറേഷൻ മാറുന്നത്, ഇയേഴ്സ് മാറുന്നതിനനുസരിച്ചിട്ട് നമ്മളും അതിൻ്റെ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ ലൈഫ് സ്റ്റൈലും കാണിക്കുമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞാൽ കണ്ട് അഭിനയികളൊക്കെയാണ് ഇതിൽ ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഗെയിംസും പിന്നെ അവർ വെക്കുന്ന എല്ലാ ഗെയിംസും ഗേൾസിനും ഈക്വലായിട്ട് പാർട്ടിസിപ്പേഷൻ കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊരു സന്തോഷം തോന്നിയിട്ട് നമ്മുടെ നാട്ടിലുള്ളവർ. കാരണം അവിടെ പണ്ടത്തെ നമ്മുടെ നാട്ടിലൊക്കെ ഗെയിംസ് മെജോറിറ്റിയും ബോയ്സാണ് കൊണ്ടുപോകുക, ബാക്കിയുള്ളതൊന്നും ഗേൾസിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു കളി എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ നമ്മുടെ നാടൊക്കെ അങ്ങനെയൊക്കെ ആയി. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഞാൻ കുറച്ച് ഉഷാറായപ്പോൾ പരിപാടി എന്ന് വിചാരിച്ചു. പിന്നെ ലാസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഡള്ളായി തോന്നി. പിന്നെ ഓരോരുത്തരായിട്ട് ചെല്ലേണ്ടതാണ് ഗോളടി മത്സരം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഓണാഘോഷം. നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാൻ വരെ.